മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ എന്നവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും ഐബാക്കുകയും ചെയ്യുന്ന തരത്തിൽ, സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ഗന്ധം. ആ ഗന്ധത്തിൽ മഹാനവറുകൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കിന്റെ അടയാളമായും പ്രത്യേകമായും വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ്, കപടന്മാരാണ്, ശരിയായ വിശ്വാസികളല്ല എന്ന് പറയുന്നതിന് തെളിവാണ് മുആവിയ റളിയല്ലാഹു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലല്ലോ. അതിൽ പ്രധാനപ്പെട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുക ഇത് ഇപ്പൊന്നും നിലയും തുടങ്ങിയ സോക്കേടൊന്നും അല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന സോക്കേട് നല്ലപോലെ പുലർത്തുന്നൊരു കൂട്ടരാളുടെ ഷിയാക്കൾ എന്ന് പറയുന്നവർ അലി റളിയല്ലാഹു അൻഹുവാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഇമാമത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തയാൾ. ആ ഇമാമത്തിനെ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ അവകാശമില്ലാത്ത നിലയിൽ സ്വഹാബാക്കൾ എല്ലാവരും കൂടിയിട്ട് അബൂബക്കർ, ഉമർ എന്നിവരെ നിശ്ചയിച്ചതോ അനധികൃതമാണ്, ശരിയല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. പലതരം വിശ്വാസക്കാരവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരൊരുപാട് കൂട്ടക്കാരുണ്ട്. ആ കൂട്ടക്കാരുടെ വിശ്വാസത്തിലും ഒരു മഹദി അന്തർധാനം ചെയ്ത മഹദിൻ്റെ ഇപ്പം ഈ തിരോധാനത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി ഇവർ തിരോധാനത്തിലാണ് പറഞ്ഞ മഹദി വരും തെറ്റി കാത്തിരിക്കഞ്ഞ് വരുവയ്ക്കും. അതേമാതിരി ഷിയാക്കളൊരാളെ പറയുന്നുണ്ട്, അതിലത്തെ വളരെ കൂടുതൽ പേര് അംഗങ്ങളുള്ള സംഘം ഇസ്നാശരിയാണ്. 12 ഇമാമിയങ്ങളെ പ്രത്യേകം പറയുന്നൊരു കൂട്ടര്. 12 ഇമാമിയങ്ങളെ പറയുന്നവർ വേറെ കൂട്ടരുണ്ടെങ്കിലും അത് ഇന്നാലിന്നവരാണ് എന്ന് നിജപ്പെടുന്ന നേരത്ത് ഇസ്മായിലിയ എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗം അവരിലുണ്ട്. ഒരുപാട് വിഭാഗമുണ്ട്. ഇപ്പം നമ്മൾ എണ്ണിപ്പറയുന്ന അടിസ്ഥാന വിഭാഗങ്ങളെക്കാൾ ധാരാളമായി അവർ പാർട്ടികൾ പിളർന്ന് വികസിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ ഷിയാക്കൾ ലോകത്ത് കോടാനുകോടി ആളുകളാണ്. ഈ കോടാനുകോടി ആളുകൾ വിശ്വസിക്കുന്നത് 12ാമത്തെ ഇമാമായിരുന്ന അവരുടെ മുഹമ്മദ് ഇബ്നുൽ ഹസനിൽ അസ്കരി. അത് പിന്നെ പേര് മുഹമ്മദ് നൂത്തിട്ടുണ്ട്, പക്ഷെ വാപ്പാൻ്റെ പേര് അപ്പോഴും തേച്ചുകൊണ്ട് തന്നെയാണ്. ഇത് അള്ളാഹിൻ്റെ റസൂല് കൃത്യമായിട്ട് പറയുന്നത് വളരെ രസമാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുമാണ്. മുഹമ്മദ് ഇബ്നുൽ ഹസനിൽ അസ്കരി എന്ന് പറയുന്ന ആൾ വാസ്തവത്തിലും മരിച്ച് ബഖീയിൽ മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം. ചരിത്രത്തിലൊക്കെ അദ്ദേഹം ബഖീയിൽ മറപ്പെട്ട ആളാണ്. പക്ഷെ ഷിയാക്കൾ പറയുന്നത് അയാളൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഒന്നായിട്ട് പോയപ്പോൾ കുതിരയിലോ കൊണ്ടുപോയിട്ട് ആളോട് പോയി ഭൂമിക്കടിയിൽ ഒരു പ്രത്യേക ഗുഹയിൽ അദ്ദേഹം താമസിക്കുകയാണ്, സുഖമായിട്ടൊരു സിർദാബിൽ താമസിക്കുകയാണ്, ഇനി അവസാന കാലത്ത് വരുമെന്നാണ്. അപ്പം ഷിയാക്കളും ആ മഹദിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അവർ മുന്തളറായ മഹദി എന്നറിയുന്ന മഹദി അതാ. നമ്മളും ഷിയാക്കളും മഹദിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന മഹദി ഇനി വരാനിരിക്കുന്ന മഹദിയാണ്. ഇവർ പറയുന്നത് ഇപ്പം വന്നിട്ട് പിന്നീട് പോയി ഇനി രണ്ടാമത് കാത്തിരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന സിർദാബിൽ നിന്ന് വരും എന്ന് പറയുന്ന ആളാണ് ഇവർ പറയുന്ന. ഈ അണ്ടർഗ്രൗണ്ടിലെ ഭൂമിക്കടിയിൽ ഒരു പ്രത്യേക അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ അണ്ടർഗ്രൗണ്ടിലാണ് ഇയാൾ ഇരിക്കുന്നത്. പിന്നെ ആൾ സമയമാകുമ്പോൾ വരും എന്നൊക്കെ പറയുന്നത്. ഇനി US-ഉം ഇസ്രായേലൊക്കെ അവിടെയും ഇവിടെയൊക്കെ പുരുഷൻ എവിടെയെങ്കിലും വല്ല അണ്ടർഗ്രൗണ്ടിനും കടിച്ചു കുടിച്ചോ അല്ലാഹു ആലം. ഏതായാലും ഇത്തരം വാദങ്ങളൊക്കെ ഉണ്ട്. ഈ ഷിയാക്കളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്നതിൽ എല്ലാവരും സമന്മാരാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആളായിട്ടാണല്ലോ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ആ നിലക്ക് അലിയാരുടെ പ്രതിയോഗി എന്ന് കണ്ടുകൊണ്ട് അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി അവരല്ലാത്തവർക്കിടയിലും ഉണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവവും ഏതെങ്കിലും വാക്കുകളിലൂടെയോ സ്ഥാനമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലോ മഹാനവറുകളെ ചുരുക്കി കാണിക്കുന്ന ഒരു പ്രവണതയും. മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈത്തമി തങ്ങൾ അവർക്ക് പ്രത്യേകമായ ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിലുണ്ട്. തത്ഹീറുൽ ജനാനി വൽ ലിസാൻ അൻ സൽബി സയ്യിദ്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ എന്നവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും ഐബാക്കുകയും ചെയ്യുന്ന തരത്തിൽ, സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ഗന്ധം. ആ ഗന്ധത്തിൽ മഹാനവറുകൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കിന്റെ അടയാളമായും പ്രത്യേകമായും വിവരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ്, കപടന്മാരാണ്, ശരിയായ വിശ്വാസികളല്ല എന്ന് പറയുന്നതിന് തെളിവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിന്റെ ഒരു സ്വഹാബിയാണ്. വിശ്വസിക്കാൻ വൈകിയിട്ടുണ്ട്, അത് ശരിയാണ്. ബാപ്പ അബൂ സുഫിയാനെ പോലെ തന്നെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ്. പക്ഷെ വിശ്വസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 2 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹകാരിയായി കൊണ്ടൊപ്പം നിൽക്കാനും നബിയുടെ കൂടെ പല മശ്ഹദുകളിലും സംബന്ധിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ വഫാത്താകുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പം മുടികളും നിബിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള തിരുശേഷിപ്പുകളും ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചിട്ട് അത് കണ്ണിങ്കലും ചുണ്ടുങ്കലുമൊക്കെ വെച്ച് മുത്തി മണത്ത് ഇതൊക്കെ തൻ്റെ കഫൻപുടയിൽ തൻ്റെ കണ്ണിൻ്റെ അരികിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രവാചക സ്നേഹം വളരെയധികം കാണിച്ചിട്ടുള്ള ഒരു മഹാനായ സ്വഹാബിയാണ്. അബൂ സുഫിയാൻ എന്നവരും മുആവിയ എന്നവരും ആ വിധത്തിലാണ്. യുദ്ധത്തിൽ കണ്ണൊന്നായിട്ടാണ് പോയിട്ടുണ്ട്, ഇറങ്ങുമ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹു തആലാൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുണ്ടായതാണ്, പോകട്ടെ പോം എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരാണ് അബൂ സുഫിയാൻ എന്നവരും മുആവിയ എന്നവരുമൊക്കെ. ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ എമ്പാടും അവർക്കുണ്ട്. ഇതൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ രചിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വിരുദ്ധമായി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുക, അലിയാരെ വാനോളം പുകഴ്ത്തി തന്നെ അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ ത്വാലിബ് എന്ന സംരക്ഷകരായിരുന്ന അബൂ ത്വാലിബിൻ്റെ പുത്രനല്ലേ, ബനൂ ഹാഷിമിൽപ്പെട്ടവരാണ്. നബി കുടുംബത്തിലുള്ള ഖലീഫയാണ്, ബനൂ ഹാഷിമിൽപ്പെട്ടവരാണ്, വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രമാണ്. പല അർത്ഥത്തിലും അലി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ വീരനാണ്, ശൂരനാണ്. ആ നിലക്ക് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എമ്പാടുമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വാനോളമല്ല അർശിനോളം പുകഴ്ത്തിയാലും പുകഴ്ത്താൻ മാത്രമുള്ള മനാഖിബുകൾ അവർക്കുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരെ വാനോളം പുകഴ്ത്തുന്നത് വ്യാജം പറഞ്ഞുകൊണ്ടോ അബൂബക്കർ, ഉമർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിവര്യന്മാരെ താഴ്ത്തിക്കെട്ടുകൊണ്ടോ, അതെങ്കിൽ അവരുടെ കാലത്ത് ഗവേഷണപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപക്ഷത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്വഹാബിമാരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തുന്നത് നല്ല ലക്ഷണമല്ല. അത് കാപട്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലല്ലോ. പിന്നെ ദക്ഷിണ മേഖലത്തിൽ ആരെയും കൂടിയോ തന്നെ അത് എന്ത് കണ്ടു കൂടിയതാണെന്നൊന്നും നമുക്കറിയില്ല. അതങ്ങനെ കൂടിയോന്ന് അറിയുന്നത് എങ്ങനെയാണെന്നും അറിയില്ല. ഓരോന്നും ഇപ്പം ഇങ്ങനെ തുറന്നു നോക്കിയാണ്ട് ഫോണിൽ കേട്ട് കണ്ട് അതിൻ്റെ ഒക്കെ ഒപ്പൊച്ചിട്ട് കണ്ട് കേൾക്കുക എന്നല്ല, അതിനൊക്കെ ബന്ധ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇത്തരം വ്യാജന്മാരുടെ വരയിൽപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടവരെ അള്ളാഹു തആല സത്യത്തിലേക്ക് തിരിച്ചു വരുത്തട്ടെ.